വടകര ഒഞ്ചിയത്ത് 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഞ്ചിയം നെല്ലാച്ചാരിക്കുനി കുളങ്ങര ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തട്ടോളിക്കര മീത്തൽ അക്ഷയ്, കാളിയത്ത് രൺദീപ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 2 പേരുടെ മൃതദേഹം തൊട്ടടുത്തായി കിടക്കുന്നത് നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ചെറുതുരുത്തി CT ബാബുവിന്റെ മകൻ ശ്രീരാഗിനെ അവശനിലയിൽ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടച്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. മൃതദേഹത്തിന് ഏതാനും മീറ്ററുകൾ ദൂരത്ത് സിറിഞ്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ എക്സൈസ് സംഘം പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്ഥലത്ത് MLA KK രമ, എടച്ചേരി CI സുധീർ, SI സുധീർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കുട്ടികൾ രാത്രി വീട്ടിലെത്താത്ത സമയത്ത് എൻ്റെ അടുത്തുള്ള അമ്മ വന്ന് നോക്കിയതാണ്. ആ സമയത്താണ് കാണുന്നത്. രാത്രിയായിരിക്കാം. ഇവിടെ ആളൊഴിഞ്ഞൊരു പറമ്പാണ്. സ്ഥലത്ത് ആൾപ്പെരുമാറ്റമില്ലാത്തൊരു സ്ഥലത്ത് ഡ്രഗ്സുമായിട്ട് വന്നതായിരിക്കാം. ഡ്രഗ്സ് ആവാനാണ് സാധ്യത എന്നുള്ളത്. ഒരാൾ ഓർക്കാട്ടരയാണ്, ഒരാളിവിടെ തൊട്ടടുത്തുള്ള ആളാണ്, ഒന്ന് തൊട്ടിപ്പുറത്തുള്ളത്. പരിസരത്തുള്ള ആളല്ലേ. പ്രദേശത്ത് സ്ഥിരമായ ആളില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടോ പോലീസുകാരുടെ ശ്രദ്ധയിലില്ല എന്നാണ് അവർ പറയുന്നത്. അവരോട് അന്വേഷിച്ചു, അവർ ശ്രദ്ധയിൽ നിലവിലില്ല എന്നുള്ളതാണ്. ഇതിലാണ് കാണുന്നത്. രാവിലെ 8:30 അങ്ങനെയാണ് അമ്മ ഇവൻ വീട്ടിലെത്താത്തതുകൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അമ്മയുടെ കൂക്കി കേട്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. വിജനമായ കേന്ദ്രങ്ങളിൽ ഇവിടെ തങ്ങാറുണ്ട്. അത് നാട്ടുകാരും അതുപോലെ മറ്റു സാമൂഹ്യ പ്രവർത്തകരൊക്കെ അത് പിന്തിരിപ്പിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിട്ട് ഇവർ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇവിടെ തന്നെ നേരത്തെ വലിയ കാട് പിടിച്ച പ്രദേശമായിരുന്നു. ഇപ്പോൾ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാട് വെട്ടി തെളിച്ചിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറേയായി ഈ പ്രദേശത്ത് അത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകാറില്ല. പക്ഷേ പല സ്ഥലത്തുനിന്നും ആളുകൾ ഇത്തരത്തിൽ ഇവരെ പറഞ്ഞയക്കുമ്പോൾ എത്തിച്ചേരുന്ന ഒരു വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ നടക്കുന്നുണ്ട്. അത് പോലീസിൻ്റെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ആളുകൾ അറിയുന്നത്. ഈ പ്രദേശത്ത് അങ്ങനെ ആളുകൾ സജീവമായി ഇടപെടുന്നൊരു പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് തമ്പടിക്കാനുള്ളൊരു മേഖല കൂടിയായി ഇത്തരം വിജനമായ പ്രദേശങ്ങൾ മാറുന്നത്. എന്നാലും നാട്ടുകാർ ഇതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അവർ പലപ്പോഴായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. രൺദീപിന് NDPS കേസ് നിലവിലുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. ഇവരുടെ പരിശോധനയ്ക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.